ഹായ് കൂട്ടുകാരെ, റെയിൻ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ബോഗൻവില്ല ഗ്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ നാടൻ ബോഗൻവില്ല ദാ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ നിന്നതായിരുന്നു. നമ്മൾ ഏകദേശം എല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൾട്ടി കളർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പല കളറാക്കി എടുക്കാൻ വേണ്ടിയാണ്. ഇതൊരു 10-50 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു ബോഗൻവില്ലയാണ്. കണ്ടോ, നല്ല കനമുള്ള സ്റ്റെംസാണ്. ഇപ്പോൾ നമ്മൾ നല്ലപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കണം. ഈ എഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിതിൽ കുറച്ച് നമ്മുടെ നാടനും പുതിയ ചില്ലി വെറൈറ്റീസൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എത്രമാത്രം സക്സസ് ആവുമെന്നറിയില്ല. നമ്മൾ കുറച്ചൊക്കെ ചെയ്ത് വിജയിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ഡേഷൻ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. ഇന്നലെ നമ്മൾ വെട്ടി ഇവിടെ മൊത്തം കിടപ്പുണ്ടായിരുന്നു. ഇതൊരു വയലറ്റ് കളറായിരുന്നു, പഴയ നാടനായിരുന്നു നമ്മുടെ വയലറ്റ് കളർ. അപ്പം അതിൽ നിന്ന് 1-2 സ്റ്റെം നമ്മൾ നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം പുതിയ കളർ കയറ്റാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആൾറെഡി ഒരെണ്ണം ഇവിടെ ചെയ്ത് വിജയിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്ട ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റിയതായിരുന്നു. 2 വെച്ചതാണ്, ഒരെണ്ണം കിളിച്ച് കിട്ടിയിട്ടുണ്ട്. ഏത് കളറാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ ഒരെണ്ണം കിളിച്ചായിരുന്നു. കണ്ടോ, ഇത് ചില്ലിയോ റൂബി റെഡോ കണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ 2 കളർ ഇതിൽ ആൾറെഡി ഉണ്ട്. ഇനി അപ്പം നമ്മൾ ബാക്കിയും കൂടെ ഒന്ന് ചെയ്യണം. അപ്പം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ വീഡിയോ ഇനി ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോയും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ആയുധങ്ങളെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ആയുധങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ബഡ്ഡിങ് ടേപ്പുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഇടാനുള്ള കവറ്, പിന്നെ നല്ല ബ്ലേഡ്, നല്ല മൂർച്ചയുള്ള ബ്ലേഡ് വേണം. അതേപോലെ തന്നെ നമ്മുടെ സാഫ് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്. ഇച്ചിരി സാഫ് ഇതിൽ അടിച്ചു കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഫംഗിസൈഡാണ്. അപ്പം ഈ ഫംഗിസൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫംഗൽ അറ്റാക്കൊന്നും വരത്തില്ല നമ്മുടെ വെക്കുന്ന സ്റ്റെമ്മിന്. അതിനുവേണ്ടി നമ്മൾ സാഫും കൂടെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രാഫ്റ്റിങ്ങിലേക്ക് പോവുകയാണ്. രാവിലെ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച്. നല്ല വെയിലാവുന്നതിന് മുമ്പ് ചെയ്യണം. വെയിൽ കൊണ്ടാലും കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ അങ്ങ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. മോർണിംഗ് ആണ്. അപ്പോൾ ഈ സമയത്ത് ചെയ്താൽ നമുക്ക് കവർ ചെയ്ത് നിർത്താം, വെയിലൊക്കെ കൊള്ളാതെ. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ 3 വെറൈറ്റീസ് സിയോൺ എടുത്തിട്ടുണ്ട്. ഈ 3 കളറാണ്. ഇത് പിങ്കിൻ്റെ ഒരു കളറാണ്, പിങ്ക് വെറൈറ്റിയാണ്. ഇത് മഹാറാണി എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ഒരു സിയോണാണ്. അപ്പോൾ ഈ 3 സിയോണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഇതിൻ്റെ പേര് പെട്ടെന്ന് മറന്നുപോയി. ഇതൊരു പിങ്ക് വരുന്ന ഒരെണ്ണമാണ്, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതും എടുത്തിട്ടുണ്ട്. ഈ 3 എണ്ണമാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് ചെയ്യാനായിട്ട് സിയോൺ എടുത്തേക്കുന്നത്. ഈ 3 എണ്ണം കട്ട് ചെയ്ത് 3 കളറാണ് നമ്മൾ ഈ സിയോണിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സിയോൺ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബ്ലേഡ് വെച്ച് അതിൻ്റെ കറക്റ്റ് ഈ ഇലയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഇലയെല്ലാം എടുത്ത് മാറ്റി സ്റ്റെമ്മ് മാത്രം സെറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ 3 സിയോണും ദാണ്ടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ 3 എണ്ണവും നമ്മൾ വി പോലെ സൈഡ് തൊലി പോകാതെ കട്ട് ചെയ്യണം. നമുക്ക് ഈ സൈഡിലൊരു തൊലി വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ്റ്റിങ് പിടിക്കത്തില്ല. കണ്ടോ, ഈ സൈഡിൽ തൊലി വേണം. അപ്പോൾ 2 സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യണം. സൈഡിൽ തൊലി പോകരുത്, ഫുള്ള് കട്ട് ചെയ്ത് കളയരുത്. തൊലി 2 സൈഡിലും ചെറുതായിട്ട് വേണം. ഓപ്പോസിറ്റ് 2 സൈഡും നമുക്ക് തൊലി കളയാം. 2 സൈഡ് തിരിച്ചുള്ള സൈഡുകളിൽ തൊലി വേണം. അപ്പോൾ ഇങ്ങനെ 3 എണ്ണം നമ്മൾ ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ. ബാക്കി നമുക്ക് പിന്നെ പതുക്കെ ഓരോന്നായിട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 3 വെറൈറ്റിയാണ്. ഇതേപോലെ സ്കിന്നിനോട് ചേർന്ന് നിർത്തണം. ഈ സ്കിന്നും നമ്മുടെ ഈ നമ്മൾ വെച്ച സിയോണിൻ്റെ സ്കിന്നുമായിട്ട് നല്ല കണക്ക് ജോയിൻ്റ് ചെയ്തിരിക്കണം. ഇവിടെയും ഇച്ചിരി കൂടെ അടുക്കാനുണ്ട്. ഇത് ഇങ്ങനെ ഇതേപോലെ 3 കളറാണ് നമ്മളിപ്പോൾ ഇതിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് കവർ ചെയ്ത് വെയിലടിക്കാതെ നിർത്തണം. നമ്മൾ ഒരു ചെറിയ ഈർപ്പത്തിൽ ഇത് കിളിപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ കവർ ചെയ്യണം. ഇനി പ്ലാസ്റ്റിക് കവർ.
നമ്മളിതാ ഇതേപോലെ ബഡ്ഡിങ് ടേപ്പ് വെച്ച് ഇത് നല്ലപോലെ റാപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ വരിഞ്ഞ് മുറുക്കി കെട്ടി ചെയ്തിട്ടുണ്ട്, വെള്ളം ഇറങ്ങാത്ത രീതിയിൽ. എന്നിട്ട് ഇതേപോലെ ഒന്ന് മോയ്സ്ചറാക്കി ചെറിയൊരു ഈർപ്പം ഇതിൽ അടിച്ചു കൊടുത്തു. നമ്മൾ സാഫാണ് ചെറുതായിട്ട് അടിച്ചേക്കുന്നത് ഈ കവറിൽ. ചെറിയ നനവോടുകൂടി, ചെറിയ നനവേ പാടുള്ളൂ, കൂടുതലായ നമ്മുടെ സിയോൺ കേടാവും. ഇതിലിട്ടേക്കുക. കവറിട്ടതിന് ശേഷം നമ്മൾ കെട്ടിക്കൊടുക്കുക, നല്ലപോലെ കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ നിർത്തി അങ്ങ് കെട്ടുക. അപ്പോൾ നമ്മുടെ മൾട്ടി ഗ്രാഫ്റ്റിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെയിൽ കൊള്ളാതെ നല്ലപോലെ ഒന്ന് സംരക്ഷിച്ചാൽ മാത്രം മതി. അപ്പം നമ്മൾ ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോ അടുത്ത വീഡിയോസിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി കൂടുതൽ കളർ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇനിയുള്ള വീഡിയോകളിലൊക്കെ ഇടും. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ദെൻ ബൈ. ഓക്കെ.